നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്, അവസാനത്തെ ഞായറാഴ്ചയാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ 2024 കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു, നല്ല ന്യൂ ഇയർ ആശംസിക്കുന്നു. ആദ്യം കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 2024ലേക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചെങ്കിലും എല്ലാ രാജ്യങ്ങളിലും പുതുവർഷം ഒരേ സമയമല്ല ആരംഭിക്കുക. വലിയ പ്രതീക്ഷകളോടെയാണ് ലോകമെമ്പാടുമുള്ളവർ 2024നെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ലേക്കുള്ള കൗണ്ട് ഡൗൺ അവസാന ലാപ്പിലാണെങ്കിലും ഒരേ സമയം ലോകമൊന്നടങ്കം പുതുവർഷത്തിലേക്ക് നീങ്ങില്ല. ഭൂമിയുടെ സമയമേഖലയിലെ വ്യത്യാസം മൂലം ചില രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും വളരെ നേരത്തെയും ചില രാജ്യങ്ങൾ വളരെ വൈകിയും പുതുവത്സരം ആഘോഷിക്കും. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണ് എല്ലാ രാജ്യങ്ങളും ജനുവരി 1 പുതുവർഷാരംഭമായി കണക്കാക്കുന്നത്. ഓസിയാനിയാണ് ആദ്യം പുതുവത്സരം ആഘോഷിക്കുന്ന സ്ഥലം. ചെറിയ പസഫിക് ദ്വീപ് രാജ്യങ്ങളായ ടോങ്ക, സമോവ, കരീബത്തി എന്നിവയാണ് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്ന രാജ്യങ്ങൾ. ഗ്രീൻവിച്ച് മീൻ ടൈം അനുസരിച്ച് ഡിസംബർ 31 ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 തന്നെ ഇവിടെ അടുത്ത വർഷം എത്തും. അതിനുശേഷമാണ് മറ്റ് ലോകരാജ്യങ്ങൾ പുതുവത്സരം ആഘോഷിക്കുക. ന്യൂസിലൻഡാണ് ആദ്യം പുതുവർഷത്തെ വരവേൽക്കുന്ന രാജ്യം. ഏകദേശം ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും ന്യൂസിലൻഡ് നഗരം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിലും പുതുവർഷമെത്തും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ഓസ്ട്രേലിയ പുതുവർഷം ആഘോഷിക്കുക. ഇന്ത്യൻ സമയം രാത്രി 8:30 ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നിവിടങ്ങളിൽ പുതുവർഷം തുടങ്ങിയിരിക്കും. ചൈന, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 പുതുവർഷമെത്തും. ഇവയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യക്ക് മുന്നേ പുതുവർഷം ആഘോഷിക്കും. അങ്ങനെ ഓരോ ലോകരാജ്യങ്ങളും കടന്ന് അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകൾക്ക് സമീപമുള്ള ജനവാസമില്ലാത്ത ദ്വീപുകളായ ഫൗളൻഡിലും ബേക്കർ ഐലൻഡിലുമാണ്. നമ്മൾ ഇന്ത്യയിലിരുന്ന് പുതുവർഷം ആഘോഷിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇന്ത്യൻ സമയം ജനുവരി 1 വൈകുന്നേരം 5:30 മാത്രമേ ഇവിടെ പുതുവർഷമെത്തൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പുതുവർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനവും ഒരുങ്ങുകയാണ്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾ നടക്കുക. പ്രധാന ആകർഷണ കേന്ദ്രമായ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടും പരിസരവും പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും. നഗരങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ നഗരത്തിലുടനീളം പോലീസ് പരിശോധനയും കർശനമാക്കും. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, വെരി ഗുഡ് മോർണിംഗ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും നമ്മൾ ഉറ്റുനോക്കുന്നത് കൊച്ചിയുടെ ആഘോഷത്തിലേക്ക് തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പാപ്പാഞ്ഞിയെ കത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. കത്തിക്കരുത് എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്, അതേസമയം കത്തിക്കുമെന്ന് ഈ ആഘോഷ കമ്മിറ്റി പറയുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ?
വെരി ഗുഡ് മോർണിംഗ് അശ്വതി. നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഇന്ന് കൊച്ചിക്കാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. 12 മണിയോടുകൂടി പപ്പാഞ്ഞിയെ കത്തിക്കും. അതിലൊരു തർക്കം നിലനിൽക്കുന്നത് എല്ലാ പ്രാവശ്യവും പരേഡ് ഗ്രൗണ്ടിലാണ് വലിയൊരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ന്യൂ ഇയറിന്റെ 12 മണി സമയത്ത്. പക്ഷെ ഇപ്രാവശ്യം വെളി ഗ്രൗണ്ടിലും ഒരു പപ്പാഞ്ഞിയെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കത്തിക്കണം, വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കത്തിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഈ സംഘാടകർ നൽകുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടം അതിനെ എതിർക്കുന്നുണ്ട്. പോലീസും അടക്കം അതിലൊരു പ്രശ്നം പറയുന്നുണ്ട്. കാരണം ഇത്ര വലിയ തിരക്കായിരിക്കും ആ സമയത്ത് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെട്ട് ഏതെങ്കിലും അപകട രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അവരെ നിയന്ത്രിക്കുക അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെളി ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞിയെ കത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ പരേഡ് ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ മാത്രം കത്തിച്ചാൽ മതി എന്നൊരു നിർദ്ദേശമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് പോലീസിന്റെ തീരുമാനമാണ് അന്തിമമായി അറിയേണ്ടത്. സംഘാടകരും പോലീസും തമ്മിൽ ഇന്നൊരു ചർച്ച നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കത്തിക്കണോ എന്നതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നിയന്ത്രണങ്ങളിലേക്ക് വന്നാൽ നമുക്കറിയാവുന്നതുപോലെ ക്യുസാറ്റ് അപകടത്തിൽ ഒരു വലിയ തിരക്കും അതിനോട് നിയന്ത്രണമില്ല, പോലീസിന്റെ ഒന്നും കണ്ണവിടെ എത്തിയില്ല എന്നുള്ള വലിയ വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ സംബന്ധിച്ച് വളരെ കർശനമായിട്ടുള്ളൊരു സുരക്ഷയാണ് ഇന്ന് പരേഡ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ആകെ ഇത്തരത്തിലൊരു നിയന്ത്രണം ഇന്നുണ്ടാകും. 4 മണിവരെ മാത്രമാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ആളുകൾക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. 6 മണിവരെയാണ് ഇന്ന് സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുക. 7 മണിവരെ മാത്രമായിരിക്കും ജങ്കാർ സർവീസ് ഉണ്ടാവുക. അതിനുശേഷം 7 മണിക്ക് ശേഷം ആരെയും തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് കടത്തിവിടേണ്ട എന്നൊരു നിർദ്ദേശമാണുള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ആഘോഷത്തിന് ഈ ഫോർട്ട് കൊച്ചിയിലുണ്ടായ തിരക്ക് നമ്മൾ കണ്ടതാണ്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഏകദേശം 2500ഓളം പേർക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ നിയന്ത്രണത്തോടു കൂടി മാത്രമായിരിക്കും ഇത്തവണത്തെ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങൾ നടക്കുക. ഇതിൽ 12 മണിക്ക് പപ്പാഞ്ഞിയെ കത്തിച്ച് ഈ ആഘോഷങ്ങൾക്ക് ശേഷം എല്ലാവരെയും ഒന്നിച്ച് പുറത്തേക്ക് വിടുകയില്ല. കുറച്ച് ഘട്ടം ഘട്ടമായി മാത്രമാണ് അതിനൊരു പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതെവിടെയാന്നൊക്കെ അത് അവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അത്തരത്തിൽ വളരെ കൃത്യമായി നിയന്ത്രിച്ചുള്ളൊരു ആളുകളെ ആയിരിക്കും പുറത്തേക്ക് ഇറക്കുക. ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സും KSRTCയും രാത്രിയും പുലർച്ചെ വരെ സർവീസ് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കളമശ്ശേരി ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷം കടുപ്പിച്ചത്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ് ആളുകളെല്ലാം, പ്രത്യേകിച്ച് കൊച്ചിക്കാർ. അവരെല്ലാവരും ഇന്നൊരു ദിവസത്തേക്ക്, ഇന്നൊരു രാത്രി 12 മണിയാവാൻ കാത്തിരിക്കുകയാണ്. പുതുവർഷമാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സന്തോഷങ്ങളും പുതിയ സ്വപ്നങ്ങളുമായൊക്കെ നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അശ്വതി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അശ്വതിയുടെ 2023 എങ്ങനെയായിരുന്നു? 2023 നല്ല വർഷമായിരുന്നു. എങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരുത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു. നവമിയോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പ് ഈ ആഘോഷങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ലഹരി കൂടാതെ ആഘോഷമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന് ബെഫ്കോയുടെ വിറ്റുവരവൊക്കെ കാണുമ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിന് സാക്ഷ്യമാവുകയുമാണ്. എന്തായാലും ന്യൂ ഇയർ ആകുമ്പോൾ ലഹരി ഒഴുകും എന്നുള്ളതിൽ സംശയമില്ല. അക്കാര്യത്തിൽ ഒരു വലിയ പരിശോധന, കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണമൊക്കെ പോലീസും എക്സൈസും ഒക്കെ ആലോചിക്കുന്നില്ല നവമി? ആ രീതിയിൽ പോലീസ് എങ്ങനെയാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്? പരിശോധനകൾ ഏത് രീതിയിലായിരിക്കും ഇന്നും രാത്രിയിലുമൊക്കെ? തീർച്ചയായും ഈ നമ്മളെ ക്രിസ്മസിനൊക്കെ കണ്ടതാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. അതുപോലെ തന്നെ ന്യൂ ഇയറിനെ സംബന്ധിച്ച് മദ്യത്തിലുപരി ലഹരി, ഈ മയക്കുമരുന്ന് ലഹരിയുടെ വലിയൊരു ഒഴുക്ക് കൂടി കാണുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി ഭാഗത്ത്. കാരണം വിദേശികളടക്കം അവിടെ എത്തുന്നതാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായി. അതുകൊണ്ട് തന്നെ പോലീസ് നിയന്ത്രണം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1500 പോലീസിനെയാണ് ഫോർട്ട് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. ഇവരുടെയൊക്കെ കർശനമായ നിയന്ത്രണം ഉണ്ടാകും. ഈ പ്രൈവറ്റ് വാഹനങ്ങളിൽ എത്തുന്നവർക്ക് പ്രത്യേകിച്ച് മദ്യപിച്ചെത്തുന്നവരെ ഫോർട്ട് കൊച്ചിക്ക് ഉള്ളിലേക്ക് കടത്തിവിടില്ല. ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക്, ഈ ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടത്തിവിടില്ല എന്ന് കർശനമായി തന്നെ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ
ഹോം സ്റ്റേ, ഈ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ ഈ ഹോം സ്റ്റേ വിദേശികളടക്കം വന്ന് താമസിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ ഹോം സ്റ്റേ അല്ലെങ്കിൽ വീടുകളിൽ പ്രത്യേകമായിട്ടുള്ള ഇരിക്കുന്ന ഇവർക്കുള്ള ഹോം സ്റ്റേകളിൽ കൃത്യമായിട്ടുള്ളൊരു പരിശോധന ഉണ്ടാകും. ആ ഉടമസ്ഥരുടെ ID കാർഡ് അടക്കം ആധാർ അടക്കം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങളിലായാലും കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, ആളുകളുടെ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ ലഹരിയുടെ ഒഴുക്ക് മദ്യത്തിനപ്പുറത്തേക്ക് MDMA പോലുള്ള മാരകമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടാൻ കർശനമായിട്ടുള്ള പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരിക്കുക. നവമി, അതുപോലെ തന്നെ ഏറ്റവും അധികം ആഘോഷങ്ങൾ അത്രത്തോളം ഗംഭീരമാക്കുന്ന ഒരു നഗരമാണ് കൊച്ചി. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നവമി പറഞ്ഞതുപോലെ ഹോട്ടലുകളൊക്കെ ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബുക്കിംഗ് ഒക്കെ ക്ലോസ് ചെയ്തൊരു അവസ്ഥയായിരുന്നല്ലോ. എങ്ങനെയാണ് കൊച്ചി ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ഒഴിച്ചു നിർത്തിയാൽ ന്യൂ ഇയറിനെ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്? നവമിയുടെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാണ്? എൻ്റെ ന്യൂ ഇയർ ആഘോഷം പതിവ് പോലെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ഞാൻ ഇതുവരേക്കും അങ്ങനെ ന്യൂ ഇയറിന് ഉറക്കമൊഴിച്ചിരുന്ന് അത് കാണുന്ന ഒരാളല്ല. എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങും. ഇപ്രാവശ്യവും അതുപോലെ തന്നെ ആയിരിക്കും, ഞാൻ ഉറക്കമായിരിക്കും. എല്ലാ പ്രാവശ്യവും വിചാരിക്കും ഈ ഒരു ന്യൂ ഇയറിന് എവിടെയെങ്കിലും പോയിട്ടൊന്ന് ആഘോഷിക്കണമെന്ന്, പക്ഷെ അതൊന്നും നടക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യവും അത് തന്നെയാണ്. കൊച്ചിയെ സംബന്ധിച്ച് ഈ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആഘോഷക്കാരെത്തുന്നതെങ്കിലും ഈ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ, ആഡംബര ഹോട്ടലുകളിലെല്ലാം DJ പാർട്ടികൾ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് പോലീസിന്റെ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശവും അവിടെ നൽകിയിട്ടുണ്ട്. കാരണം ഈ ലഹരിയുടെ ഒക്കെ മദ്യപിച്ചൊക്കെ അവിടെ ഒരു എന്തെങ്കിലും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഉടമകൾക്കും കർശനമായിട്ടുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടകരമായ സംഭവം നടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ 12 മണി കഴിഞ്ഞുള്ള ആഘോഷങ്ങളും നിയന്ത്രിക്കണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ടും ഈ ഹോട്ടലുകളെ സംബന്ധിച്ച് അവർ കർശന നിയന്ത്രണത്തോട് കൂടി തന്നെയാണ് ഇത്തവണയും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. എങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങളൊക്കെ കടന്ന് ചില ആഡംബര ഹോട്ടലുകൾ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പാർട്ടി സംഘടിപ്പിക്കുന്നത് കണ്ടാൽ പോലീസ് നടപടിയെടുക്കുമെന്നും ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ പട്രോളിങ്ങും കർശനമാക്കിയിട്ടുണ്ട്. കാരണം രാത്രി അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചു വരുന്നവരും അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നവരെയൊക്കെ പിടികൂടാൻ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. ഇവിടെ പോലീസ് പട്രോളിങ്ങും ഈ സമയത്തൊക്കെ കർശനമായി തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും കൊച്ചിക്കാർ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനായി തയ്യാറായി കഴിഞ്ഞു. വിവിധ ഹോട്ടലുകളും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ എറണാകുളത്ത് ദർബാർ ഹാളിലടക്കം ഇത്തരത്തിൽ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഏതൊക്കെ ഇടത്താണോ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിക്കുന്നത്, ആളുകൾ ഒത്തുകൂടുന്നത്, അനിയന്ത്രിത ആളുകൾ ഒത്തുകൂടുന്നത്, ഈ ഇടങ്ങളിലൊക്കെ കർശനമായ പോലീസ് പരിശോധന, പോലീസിന്റെ കടുത്തമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. ഇത് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി നവമി, എന്തായാലും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആഘോഷിക്കുകയാണ്. നവമിയിൽ നിന്ന് ഒരു വാർത്ത കൂടി കിട്ടാനുണ്ട്. ആ വാർത്തയുമായിട്ട് തിരികെ എത്തും. ഞാൻ അപ്പോഴേക്കും ഒന്ന് മറ്റു വാർത്തകളിലേക്ക് പോയി വരാം. CPIയും CPMും തത്വാധിഷ്ഠിതമായ ആശയഗതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വം. മുന്നണിയിൽ എതിർ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിൽ പറയും. CPI എപ്പോഴും എതിർത്ത് നിൽക്കണമെന്ന് പറയുന്നത് ശരിയല്ല. മുസ്ലിം ലീഗ് LDFിലേക്ക് വരുന്നുവെന്ന് ആവേശത്തോടെ പ്രചരിപ്പിക്കുന്നത് ലീഗിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനേ ഉതകൂ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവർ BJPയുടെ ചതിക്കെണിയിൽ വീഴില്ല. പ്രയോഗിച്ച് പരാജയപ്പെട്ട ആശയഗതിയാണ് മാവോയിസം എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്നാൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതിനോട് യോജിപ്പില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ തുറന്നു പറച്ചിൽ. സൗമ്യതയുടെ ആൾരൂപം, എന്നാൽ നിലപാടുകളിൽ വ്യക്തതയും കണിശതയും. ശ്രീ ബിനോയ് വിശ്വം CPIയുടെ പുതിയ അമരക്കാരനായി എത്തിയിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ഉദ്യമം വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. പാർട്ടിയെയും മുന്നണിയെയും നയിക്കുക, വലിയ വിജയത്തിലേക്ക് എത്തിക്കുക, എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഇതുതന്നെ ഒരു വലിയ സമരമാണിത്. ഈ സമരത്തിൽ CPIയുടെ ലക്ഷ്യം
കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ജയിക്കലാണ്. CPIയുടെ മാത്രമല്ല, LDF ജയിക്കണം എല്ലാ സീറ്റുകളിലും. LDF ജയിച്ചാലേ ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആത്യന്തികമായി RSS BJP വരവ് തടയുക എന്നുള്ളതാണ്. വീണ്ടും വരാൻ പാടില്ല. മോദിയുടെ ഗവൺമെൻറ് വീണ്ടും വരാൻ പാടില്ല. വീണ്ടും RSS നയിക്കുന്നൊരു ഗവൺമെൻറ് വന്നാൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ നൈതികതയും നഷ്ടപ്പെടും. മതേതരത്വം മരിക്കും, ജനാധിപത്യം മരിക്കും, ഈ നാടിൻ്റെ ഭരണഘടനാ പ്രമാണങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെടും. അതൊരു വൻ വിപത്താണ്. ആ വിപത്ത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങൾക്ക് ബോധ്യമാണ് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടാകണം. ആ ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് 20 സീറ്റുകളിൽ LDF ജയിക്കണം. ഒന്നാം UPA സർക്കാരിൻ്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ മതം, അതിൻ്റെ ഒരു അതിപ്രസരം, അത് തുറുപ്പ് ചീട്ടാക്കി BJP മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ അതുകൊണ്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന മേൽക്കൈ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർക്കാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം അങ്ങ് മുൻകൂട്ടി കാണുന്നുണ്ട്. BJP ഏത് തരത്തിലുള്ളൊരു നീക്കമാണ് നടത്തുന്നതെന്നത് ആർക്കത് കാണാതിരിക്കാൻ പറ്റും? എല്ലാവരും കാണുന്നുണ്ട്. BJPക്ക് ഏത് വിധേനയും വീണ്ടും ഭരിക്കണം, ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഏത് വിധേനയും. മോഡി അടുത്ത കാലത്തായിട്ട് നിരന്തരം പറയുന്നു മൂന്നാം ഊഴത്തെപ്പറ്റി. ആ മൂന്നാം ഊഴത്തിൽ ഇന്ത്യ ലോകത്തിലെ 1ാം ശക്തിയാകുന്നു പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു പ്രചാരവേലയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയാണ്. BJP എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മുഖമാണത്. ഫാസിസ്റ്റ് ജർമ്മനിയുടെ ഹിറ്റ്ലറേറ്റ് പാഠങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉണ്ടായ ആ പാർട്ടിക്കും ആ സംഘടനയ്ക്കും ഇതെല്ലാം അറിയാം. ഈ പ്രചാരവേലയും ഈ തന്ത്രവും എല്ലാം കാണുമ്പോൾ വേഗം മനസ്സിലാകും. അത്ഭുതകരമായ സാദൃശ്യമുണ്ട്. നിങ്ങളൊരു ഭാഗത്ത് ഹിറ്റ്ലറുടെ മീൻ കാഫ് എടുത്ത് വയ്ക്കുക, ഈ ഭാഗത്ത് ഗോൾവക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ് വയ്ക്കുക. അവ തമ്മിൽ ഉള്ള സാദൃശ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. മീൻ കാഫിൽ ഹിറ്റ്ലർ പറഞ്ഞു ജർമ്മനിക്ക് ശത്രുക്കൾ 3 കൂട്ടരുണ്ടെന്ന് പറഞ്ഞു. 1 ജൂതന്മാർ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. അത് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വായിക്കുക, ബഞ്ച് ഓഫ് തോട്ട്സ് വായിക്കുക. ഗോൾവക്കർ പറയുന്നു ഇന്ത്യക്ക് ആഭ്യന്തര വെല്ലുവിളികൾ 3 എണ്ണമുണ്ട്: മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഇത്ര സാദൃശ്യമുണ്ടാവാൻ തമ്മിൽ. അങ്ങനെയുള്ളൊരു വിപത്താണ് വരാൻ പോകുന്നത്. അതിനെ ചെറുക്കാൻ എല്ലാവരും ചേരേണ്ട മുഹൂർത്തമാണത്. അത് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യപ്പെടുന്നത്. അതൊരു കെണിയോ കുരുക്കോ എല്ലാമാണ്. പക്ഷേ അതിൽ തലവയ്ക്കാൻ യാഥാർത്ഥ്യബോധമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന മതവിശ്വാസികൾ, ക്രിസ്തുവിനെ അറിയുന്ന മതവിശ്വാസികൾ തയ്യാറാകില്ല, അതെനിക്ക് ഉറപ്പാണ്. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് വി മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും CPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. സുരേഷ് ഗോപി വരുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടോ? സുരേഷ് ഗോപി ആദ്യം വരികയല്ലല്ലോ. അവിടെ വന്നു, സഹജമായ രീതിയിൽ എടുക്കുകയാണെന്ന് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല, വല്ല കടലാസ് കോട്ടയം ഉണ്ടെങ്കിൽ അതെടുത്തെന്ന് പറഞ്ഞു. പിന്നെ അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അപ്പോഴും തൃശ്ശൂർ പറഞ്ഞു ഇത് കേരളമാണ്, ഈ മണ്ണിൽ RSS രാഷ്ട്രീയത്തിന്, BJP രാഷ്ട്രീയത്തിന്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും തോറ്റു. വീണ്ടും 3ാം തോൽവിയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ആഗ്രഹമെങ്കിൽ അദ്ദേഹം വരട്ടെ, മത്സരിക്കട്ടെ. ആര് തന്നെ വന്നാലും ശരി തൃശ്ശൂർ സ്റ്റേറ്റിൽ LDF ജയിക്കും. നല്ല തിളങ്ങുന്ന വിജയം നേടും, ഉറപ്പാണത്. ഇപ്പോൾ 19 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ UDFന് വിജയമുണ്ടായത്. ആലപ്പുഴയിൽ ആരിഫ് വിജയിച്ചു. പിന്നീട് മുന്നണി മാറ്റമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സീറ്റ് കൂടി വന്നു. അങ്ങ് ഇത്തവണ
തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് LDF പ്രതീക്ഷ? LDF പ്രവർത്തകൻ, CPI സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം കൂടി വിജയിക്കാൻ ലക്ഷ്യമാക്കുന്നത് BJPക്കെതിരായി എതിരായി എല്ലാ പേരും നിൽക്കുമെന്ന് ഉറപ്പാക്കാൻ, RSS രാഷ്ട്രീയത്തെ എല്ലാ കേരള MPമാരും ചെറുക്കുമെന്ന് ഉറപ്പാക്കാൻ 20 മണ്ഡലങ്ങളിലും LDF ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അങ്ങ് ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ടാണ്, കാനത്തിന് ശേഷമുള്ളൊരു വരവാണ്. ഇപ്പോൾ വെളിയമാവട്ടെ ചന്ദ്രപ്പനാകട്ടെ അവർക്കൊക്കെയും LDFനുള്ളിൽ തന്നെ CPMനോട് എതിർപ്പുള്ള വിഷയങ്ങളുണ്ടായാൽ അവർ ശക്തിയുക്തം എതിർക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു, ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ കാനസഖാവിൻ്റെ കാലത്ത് വന്നൊരു ചെറിയൊരു അല്ലെങ്കിൽ ആരോപണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായമെന്നോ നിലയിൽ വന്നത് അദ്ദേഹം ചിലതിൽ സമരസപ്പെട്ടു പോകുന്നു. എന്നാൽ അദ്ദേഹം ക്യാബിനറ്റിൽ പോയ ആളുകൾക്ക് കത്ത് കൊടുത്ത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന അനുഭവങ്ങളുമുണ്ട്. എതിർക്കേണ്ടത് എതിർത്തിരുന്നു. പക്ഷേ പലപ്പോഴും ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം നേരിട്ടിരുന്നു. താങ്കളുടെ ഒരു ശൈലി എങ്ങനെയായിരിക്കും? നിങ്ങൾ നിരീക്ഷകന്മാരുടെ പ്രശ്നങ്ങളാണ്. LDFനോ CPIക്കോ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ സങ്കല്പിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. വെളിയം ഭാർഗവൻ, ചന്ദ്രപ്പൻ, കാനം, പന്ന്യൻ രവീന്ദ്രൻ ഇവരെല്ലാം ഉയർത്തിപ്പിടിച്ചത് CPI രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ കാതലായ ഒന്നാണ് LDFൻ്റെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വിട്ട ഒരു CPI ഇല്ല. അതാണ് നിങ്ങളറിയാത്തതും ഞങ്ങൾക്കെല്ലാം അറിയാത്തതും. അത് വെളിയത്തിനും അറിയാം, ചന്ദ്രപ്പനും അറിയാം, രവിയേട്ടനും അറിയാം, കാനത്തിനും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. CPI മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യം എന്താ? ഞങ്ങൾ പറയും CPM ബന്ധമാണത്. ഞങ്ങൾ ഒരേ പൈതൃകത്തിൻ്റെ പിൻഗാമികളാണ്, ഒരേ ആശയത്തിൻ്റെ ഭടന്മാരാണ് ഞങ്ങൾ, ഒരേ ശരിക്ക് വീട് നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണ് എന്ന് CPIയുടെ ചോദ്യം ചോദിച്ചാൽ ഏതുറക്കത്തിലും എഴുതിയിട്ട് CPI പറയും CPM ആണെന്ന് പറയും. അതാണ് CPM ബന്ധം. അതിൻ്റെ കാരണങ്ങളുമുണ്ട്. രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിൽ, ഇന്നത്തെ വെല്ലുവിളികളെ കാണുന്നതിൽ, ഇന്ത്യ കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതിൽ എല്ലാം CPIക്കും CPMനും സമാനമായ കാഴ്ചപ്പാടുണ്ട്. LDFനെതിരായിട്ട് എപ്പോഴും പറയേണ്ട ഒരു പാർട്ടിയല്ല CPI. LDFൻ്റെ നിങ്ങൾ അറിയേണ്ട കാര്യം അതാണ്. എത്രമാത്രം LDF CPMൻ്റേതാണോ അത്രമാത്രമോ അതിനേക്കാൾ കൂടുതലോ ആണ് LDF CPIയുടേത്. അങ്ങ് UAPയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ, അതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായം? ഒരു ഐഡിയോളജി അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയം എന്നർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസത്തെ അംഗീകരിക്കുന്നില്ല. മാവോയിസം പാളിപ്പോയ രാഷ്ട്രീയമാണ്. ഇതാദ്യമായി പറഞ്ഞ പാർട്ടി CPI ആണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മാവോയിസം എന്ന ആശയം ഒരാശയമായി പൊന്തി വന്ന തുടക്കത്തിലെ തന്നെ പരസ്യമായി മാവോയിസം മാർക്സിസമല്ല, മാർക്സിസത്തിൻ്റെ വികൃതമായ അനുകരണമാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. അതല്ല മാർക്സിസം. അത്രയും വ്യക്തതയുണ്ട് CPIക്ക്. ഞങ്ങളവരെ കാണുന്നത് വഴിതെറ്റിപ്പോയ സഹാക്കളായിട്ടാണ്. ഒരു തെറ്റായ വഴിയിലേക്ക് വഴിതെറ്റിപ്പോയ സഹാക്കളായിട്ട് കാണുകയാണ്. ഞങ്ങളവരെ വർഗവരിയായിട്ട് കാണുന്നില്ല. ആ വഴിതെറ്റിപ്പോയ സഹാക്കളോട് ഞങ്ങൾക്ക് ആശയ സംവാദമുണ്ട്, രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്. ഇന്നലെയുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകാം. സാമൂഹ്യ മട്ടത്തെപ്പറ്റിയുള്ള, വിപ്ലവത്തെപ്പറ്റിയുള്ള മാവോയിസ്റ്റ് സങ്കല്പങ്ങളൊന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഇന്നത്തെ സത്യങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല എന്നാണ് CPIയുടെ അഭിപ്രായം. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് മാവോയിസവുമായിട്ട് ഒരുപാട് എതിർപ്പുകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ, രാഷ്ട്രീയമായ വിയോജിപ്പിൻ്റെ പേരിൽ ഒരാശയത്തെ കായികമായി വെടിവെച്ച് കൊല്ലുന്നതിനോട് ഒരിക്കലും ഞങ്ങൾ ആസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിക്കുന്നില്ല. ഇതാണ് CPIക്കും CPMനുള്ള നിലപാട്. മാവോയിസത്തെ പറ്റിയുള്ള ഈ നിലപാട് CPIക്ക് മാത്രമുള്ളതല്ല. UAP ആകട്ടെ, ഈ മാവോയിസ്റ്റ് വേട്ടയെ പറ്റിയാകട്ടെ ഞങ്ങൾക്കുള്ള അതേ കാഴ്ചപ്പാട് CPMനുമുണ്ട്. ആശയ വിയോജിപ്പുകളെല്ലാം ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ വെടിവെച്ച് വീഴ്ത്തലല്ല രാഷ്ട്രീയ വേട്ട ശരി. ഇതൊരു പുതിയ കാര്യമല്ല. ആ രാഷ്ട്രീയം
ഇടതുപക്ഷം ഇന്ത്യയിലാകെ പൊതുവെ പറയുന്ന ഈ രാഷ്ട്രീയ ബോധ്യം, അതിനപ്പുറം ഒന്നും CPI പറയുന്നില്ല. നിങ്ങളത് പ്രതികരിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവരോട് ഒരു അനുഭാവപൂർണ്ണമായി സമീപകാലത്തൊക്കെയും ഒരു നിലപാട് വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് LDFൽ ഇടമുണ്ടോ? അതിപ്പോൾ അവരങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അതിവിദൂര ഭാവിയിലെങ്കിലും മുസ്ലിം ലീഗ് LDFിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ഇടമുണ്ടോ? മുസ്ലിം ലീഗ് വന്നില്ലെങ്കിൽ തന്നെയും LDF ശക്തമായി നിൽക്കും എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഈ ചർച്ച വളരെ പ്രിമച്ചുറാണ്. LDF എന്തോ അപകടത്തിലാണ്, രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒറ്റമൂലിയായിട്ട് ലീഗ് വേണം എന്ന ചിന്ത CPIക്കില്ല. പക്ഷെ ലീഗിന് പല പ്രശ്നങ്ങളുമുണ്ട് UDFൽ. ഏറ്റവും ഒടുവിൽ അയോധ്യ ക്ഷേത്രമടക്കം ലീഗ് UDFൽ ഞെരുക്കത്തിലാണ്. കോൺഗ്രസിൻ്റെ ഓരോ പ്രവൃത്തിയോ വരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അത് കാണാതിരിക്കണ്ട, നിങ്ങളത് കാണുന്നുണ്ട്. പക്ഷെ ലീഗേ വാ എന്ന് പറഞ്ഞ് കരയാൻ ഞങ്ങളില്ല. ലീഗ് വന്നാലേ LDF രക്ഷപ്പെടുന്നു ഞങ്ങൾക്കില്ല. LDF ഈസ് സ്ട്രോങ് ഇനഫ്. അത് നല്ല ഉറപ്പാണ് ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ടല്ലോ, LDFൻ്റെ അകത്തേക്ക് ഏതെങ്കിലും പാർട്ടി വരുന്ന കാര്യം, അത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് പത്രമാധ്യമങ്ങളിങ്ങനെ ഏതെങ്കിലും ഊഹം പറഞ്ഞിട്ട് ഉണ്ടാകേണ്ട ഒന്നല്ല. ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ഈ ചർച്ച അനവസരത്തിലോ അല്ലെങ്കിൽ ആവേശം കൊണ്ടോ ആരെങ്കിലും എടുത്തു വയ്ക്കുക എന്താ ഉണ്ടാകുന്നത്? ലീഗ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിലും ലീഗ് പിറ്റേന്നും കൂടി പറഞ്ഞു ഞങ്ങൾ UDF വിട്ട് അങ്ങോട്ട് പോകില്ല എന്ന്. അപ്പോൾ UDFിനകത്ത് ലീഗിനെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചർച്ചയായിട്ട് മാറുന്നുണ്ട്. അത് ആവേശം കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിൽ പോലും അതൊരു CPM നേതാക്കളല്ലേ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ടാക്റ്റിക്കലായിട്ടുള്ള ശരിയാണെന്ന് നോക്കുക. അത് കണ്ട കാഴ്ച അതാണ്. ലീഗില്ലാതെ രക്ഷകളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു. ലീഗ് ഇപ്പോൾ വരുന്നു, ഒരു മാതിരി സ്പെക്കുലേഷൻ ഉണ്ടാക്കുന്നു. അത് കഴിയുമ്പോൾ ലീഗ് അവിടെ കൂടി പറയും ഞങ്ങൾ UDFൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ല അത് കൊണ്ടുപോകേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓപ്പണാണ്, തുറന്ന മനസ്സാണ് പാർട്ടിക്കുള്ളത്. പക്ഷെ നിലപാടുണ്ട്. ആ നിലപാട് ഇടതുപക്ഷ നിലപാടാണ്. അതിൻ്റെ കാതൽ LDFനെ ശക്തിപ്പെടുത്തലാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകും. അതിനെല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. സന്തോഷ് മണക്കാട്ടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പഴയതെല്ലാം മറന്നിക്കും. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ 2 ദിവസത്തെ പരിപാടികൾ നാളെയും മറ്റന്നാളും നടക്കും. തൃക്കാക്കര, പിറവം, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. നവമി, ഒരു ഇടവേളയ്ക്ക് ശേഷം നവകേരള സദസ്സ് കൊച്ചിയിലേക്ക് വീണ്ടും എത്തുകയാണ്. നേരത്തെ നടത്താൻ പറ്റാതെ പോയ മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ 2 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഡിസംബർ 9-നായിരുന്നു ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കാനിരുന്നത്. പക്ഷേ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. ആ നവകേരള സദസ്സാണ് നാളെയും മറ്റന്നാളുമായി നടക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ 2 മന്ത്രിമാരുമായിട്ടായിരിക്കും നവകേരള ബസ് കൊച്ചിയിലേക്ക് എത്തുക. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൃപ്പൂണിത്തുറ, പിറവം, തൃക്കാക്കര, കുന്നത്തുനാട് നിയോജക മണ്ഡലങ്ങളിലായിരിക്കും ഈ 2 ദിവസം 1-2 നാളെ മറ്റന്നാളുമായി നവകേരള സദസ്സ് നടക്കുക. ഉച്ചയ്ക്ക് നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് 3-ന് തൃക്കാക്കര മണ്ഡലത്തിലേത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലും വൈകിട്ട് 5-ന് പിറവം മണ്ഡലത്തിലേത് പിറവം KSRTC സ്റ്റാൻഡ് ഗ്രൗണ്ടിലുമായിരിക്കും നടക്കുക. ജനുവരി 2-ന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേത് ഉച്ചകഴിഞ്ഞ് 3-ന് പുതിയകാവ് ക്ഷേത്ര മൈതാനത്തും കുന്നത്തുനാട് മണ്ഡലത്തിലേത് വൈകിട്ട് 5-ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിലുമായിരിക്കും നടക്കുക. ഇതാണ് ഈ പ്രധാന വേദികൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ലയിലെ 10 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞത്. ഇവിടെ ലഭിച്ച പരാതികളിൽ
എത്രയൊക്കെ തീർപ്പാക്കി എന്നതിന്റെ കണക്ക് ഈ വരും ദിവസങ്ങളിലെ ഈ നവകേരള സദസ്സിലെ മണ്ഡലങ്ങളിൽ അറിയിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ഇതിന്റെ കണക്ക് കൂടിയായിരിക്കും ഈ വരുന്ന 2 ദിവസത്തെ നവകേരള സദസ്സിലെ മണ്ഡലങ്ങളിൽ വ്യക്തമാക്കുക. ഏകദേശം 20,000-ഓളം പേരെയാണ് പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഗ്രൗണ്ടുകളിലടക്കം വലിയ മുന്നൊരുക്കങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ പണികളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും 3 മണി മുതലായിരിക്കും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ഈ ഒരു സന്ദർശനം. പ്രഭാത ഭക്ഷണം സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും പോകുമ്പോൾ പ്രഭാത സദസ്സ് സംഘടിപ്പിക്കും. ഇത് ഇപ്രാവശ്യം ഉണ്ടാകില്ല. പകരം ഈ 3 മണിക്ക് ശേഷമുള്ള പരിപാടികളായിരിക്കും ഈ മണ്ഡലങ്ങളിൽ ഉടനീളം നടക്കുക. അശ്വതി, നവമി, വലിയ ചർച്ചയായതും വിവാദമായതും കരിങ്കൊടി പ്രതിഷേധവും അതിനെ എങ്ങനെ പോലീസ് അടക്കം നേരിട്ടു എന്നതുമുള്ളതൊക്കെ വലിയ ചർച്ചയായതാണ്, വലിയ വിവാദമായതാണ്. അതുകൊണ്ട് തന്നെ നാളെ എറണാകുളത്തേക്ക് വീണ്ടും നവകേരള സദസ്സ് എത്തുമ്പോൾ സുരക്ഷ അങ്ങനെ തന്നെ അത്രത്തോളം ശക്തമായി, അല്ലെങ്കിൽ നേരത്തെ ബോംബ് ഭീഷണി അടക്കം ഉണ്ടായിരുന്നു, അതിന് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. എത്രത്തോളം സുരക്ഷയിലായിരിക്കും നാളത്തെ നവകേരള സദസ്സ് നടക്കുക? അശ്വതി, എറണാകുളം ജില്ലയിലെ പര്യടനത്തിനിടയിലായിരുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നമ്മൾ കണ്ടത്. KSUവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഷൂ എയർ വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയൊരു വിവാദത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ സുരക്ഷയും വളരെ കർശനമായി തന്നെ ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുണ്ട്. KSU പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും നടക്കുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡല പര്യടനത്തിൽ വീണ്ടും പ്രതിഷേധവുമായി എത്താൻ തന്നെയാണ് കരിങ്കൊടി പ്രതിഷേധം അടക്കം കാണിക്കുമെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഷൂ എയർ വരെ ഉണ്ടായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള പോലീസിന്റെ കർശനമായിട്ടുള്ള നിയന്ത്രണവും ശ്രദ്ധയും ഇത്തവണത്തെ പര്യടനത്തിൽ ഉണ്ടാകും. എങ്കിൽ പോലും KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ബാക്കി എല്ലാ ജില്ലകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇവിടെയും പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും പോലീസിന്റെ സുരക്ഷയൊക്കെ കർശനമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അശ്വതി, ശരി. അപ്പൊ നവമിക്ക് ഇന്ന് പുതുവത്സര ആഘോഷങ്ങളുടെ റിപ്പോർട്ടിങ്ങിന് പോകേണ്ടതുണ്ട്. ഒപ്പം നാളെ നവകേരള സദസ്സ് ജോലി ഇങ്ങനെ കിടക്കുകയാണ്. എന്തായാലും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ്. താങ്ക് യു അശ്വതി. അങ്കമാലി ശബരി റെയിൽവേ ചെലവ് പങ്കുവെക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പുതിയ കത്ത് ചോദിച്ച് റെയിൽവേ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ പുതുക്കിയ എസ്റ്റിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം ദക്ഷിണ റെയിൽവേ കേരള ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് അയച്ചു. നിർമ്മാണ ചെലവ് പങ്കുവെക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ പുതിയ കത്തുകൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡിന് കൊടുക്കാം എന്നാണ് ദക്ഷിണ റെയിൽവേ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അങ്കമാലി ശബരി റെയിൽവേ പദ്ധതിയുടെ ചെലവ് പങ്കുവെക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ പുതിയ കത്ത് കൂടി ഉൾപ്പെടുത്തിയാവണം എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡിനെ കൈമാറണമെന്നാണ് ദക്ഷിണ റെയിൽവേ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. 1997 പദ്ധതി അനുവദിച്ചപ്പോൾ സംസ്ഥാന വിഹിതം ഇല്ലായിരുന്നു. 1998 സർവേ നടത്തി കല്ലിട്ട് തിരിച്ച പദ്ധതിക്ക് 2005 സംസ്ഥാന സർക്കാർ സ്ഥലമെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 2008 കാലടി വരെ സ്ഥലം ഏറ്റെടുത്തു. 2012 7 കിലോമീറ്റർ റെയിൽപാതയും കാലടി സ്റ്റേഷനും 1 കിലോമീറ്റർ നീളമുള്ള പെരിയാർ പാലവും നിർമ്മിച്ചു. പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചതിനാൽ ചെലവ് പങ്കുവെക്കണമെന്ന ധാരണയിൽ റെയിൽവേ പണം മുടക്കി. ഇതോടെ 2015 പകുതി ചെലവ് വഹിക്കാൻ കേരള സർക്കാർ ഉത്തരവിറക്കുകയും റെയിൽവേയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. 2021 സംസ്ഥാന ബജറ്റിൽ 2000 കോടി രൂപ അങ്കമാലി ശബരി റെയിൽ പദ്ധതിക്ക് അനുവദിച്ചിരുന്നു. അങ്കമാലി ശബരി റെയിൽവേയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനുള്ള ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനിടെ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ 3400 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് റെയിൽവേക്ക് കൈമാറി. അതേസമയം വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനുള്ള സൗകര്യത്തോടെ റെയിൽപാത നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് വേണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ബോർഡ് പുതുക്കിയ എസ്റ്റിമേറ്റ് റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് മടക്കി നൽകുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പുതുവർഷ സമ്മാനമായി കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചേക്കും. വന്ദേ ഭാരതിന് കടന്നുപോകാൻ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കുന്നു.
പാലക്കാട് ഡിവിഷനിലെ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാൻ 53,12,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയാണ് ന്യൂട്രൽ സംവിധാനത്തിന്റെ പരിഷ്കാരം. സാധാരണ ട്രെയിനുകളുടെ എഞ്ചിൻ മാത്രമാണ് വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വന്ദേ ഭാരതിന്റെ 16 കോച്ചുകളും വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്രൽ മേഖലയിലേക്ക് ട്രെയിൻ പ്രവേശിച്ചാൽ അത് നിൽക്കുന്ന അവസ്ഥ മറികടക്കാനാണ് പരിഷ്കാരം. നിലവിൽ തൊട്ടടുത്ത സബ്സ്റ്റേഷനിൽ നിന്ന് ന്യൂട്രൽ മേഖല ചാർജ് ചെയ്താണ് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ന്യൂട്രൽ സംവിധാനം പരിഷ്കരിച്ചാൽ വന്ദേ ഭാരതിന് സുഗമമായി കടന്നുപോകാൻ കഴിയും. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലെത്തും. ഇതിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാവും സർവീസ് എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാളങ്ങളിലെ ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വന്ദേ ഭാരത് മാതൃകയിലുള്ള കൂടുതൽ ലക്ഷറി ട്രെയിനുകൾ ഇവിടെ എത്തും. ഒപ്പം തന്നെ വന്ദേ ഭാരതിൻ്റെ കൂടുതൽ സർവീസുകൾ പാലക്കാട് ഡിവിഷനിൽ ലഭിച്ചേക്കുമെന്നാണ് വിവരം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായ മഹാസമ്മേളനം രാവിലെ 10 മണിക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനാകും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്രയുടെ ഭാഗമായി ടൗണിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥാടക ഘോഷയാത്ര നടന്നു. രാവിലെ 5 മണിക്ക് ശിവഗിരി മഹാസമാധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശിവഗിരിയുടെ പ്രാന്തപ്രദേശങ്ങളിലും മൈതാനം, വർക്കല റെയിൽവേ സ്റ്റേഷൻ വഴി 8:30-ന് മഹാസമാധി പീഠത്തിൽ തിരിച്ചെത്തും. തുടർന്ന് സച്ചിദാനന്ദ സ്വാമികൾ തീർത്ഥാടന സന്ദേശം നൽകും. വീട്ടിലെത്തിയ അപ്രതീക്ഷിത അതിഥിയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അയോധ്യയിലെ മീര മഞ്ജരി എന്ന വീട്ടമ്മ. ഉജ്ജ്വൽ യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ യുവതിയുടെ വീട്ടിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി മീര മഞ്ജരിയുടെ വീട്ടിലെത്തിയത്. ഉജ്ജ്വൽ യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നരേന്ദ്രമോദി ചോദിച്ചറിഞ്ഞു. मालूम है मैं क्यों आया हूँ आपके घर? है मेरा मालूम है? ऐसा है कि हमने देश में 10 करोड़ घरों में जी ये गैस का सिलेंडर दिया जी और आपका नंबर लग गया 10 करोड़ बार जी. വീട്ടിൽ കഴിക്കാൻ എന്താണുള്ളതെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ചോറും പരിപ്പ് കറിയും ചായയുമാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചായ നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. तो क्या पकाती हो इस पर? अभी तो आज दाल चावल सब्जी पकाए हैं, आपके लिए चाय बनाए हैं. चाय बनाए जी. तो पिलाओ ना फिर. बहुत मीठी चाय पीते हैं आप. PMAY പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ് തന്റെ വീടെന്ന് മീര അദ്ദേഹത്തെ അറിയിച്ചു. यही आवास मिला है. आवास मिला है, आपने बना दिया? जी, आपके कृपा से. अच्छा, ठीक से बना है. अच्छा. പ്രധാനമന്ത്രി വീട്ടിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മീരയും കുടുംബവും വ്യക്തമാക്കി. नहीं भगवान तो भगवान रामचंद्र जी है. മീരയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നലെ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ റെയിൽ യാത്രാ സംവിധാനം വലിയൊരു വിപ്ലവത്തിന്റെ നാളുകളിലേക്ക് കടക്കുകയാണ്. കുലുക്കമില്ലാത്ത ട്രെയിൻ യാത്ര എന്ന സ്വപ്നമാണ് അമൃത് ഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാക്കുന്നത്. കൂടാതെ നിരവധി അത്യാധുനിക സംവിധാനങ്ങളും സാധാരണക്കാർക്ക് അതിവേഗ യാത്ര ഉറപ്പാക്കുന്ന അമൃത് ഭാരത് ട്രെയിനുകളിൽ ഉണ്ട്. ഇന്നലെ 2 അമൃത് ഭാരതുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ചെന്നൈ പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ഈ ട്രെയിനും രൂപകൽപ്പന ചെയ്തത്. ഒരു കാലത്ത് നമ്മുടെയെല്ലാം മനസ്സിലെ ഗംഭീര ട്രെയിനുകളായ രാജധാനിയും ശതാബ്ദിയുമെല്ലാം ഇനി പഴഞ്ചനാണ്. അമൃത് ഭാരത് ട്രെയിനിന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി കാട്ടിയതോടെ രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്നു. ട്രെയിൻ യാത്രയിൽ ആകെയൊരു പ്രശ്നം കോച്ചുകളുടെ കുലുക്കമാണ്.
അതില്ലാതാക്കുന്നതോടെ സുഗമമായ യാത്ര അതിവേഗത്തിൽ ഉറപ്പാക്കുന്ന അമൃത് ഭാരത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. ആനന്ദ് വിഹാർ ദർഭംഗ സർവീസിനു പുറമെ മാൾഡയിൽ നിന്ന് ബംഗളൂരു SMVTയിലേക്കുള്ള സർവീസിനും തുടക്കമായി. വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ ദശകങ്ങൾ പിന്നിട്ട രൂപഭംഗിക്കും മാറ്റം വന്നിരുന്നു. പുതിയ മുഖത്തിൽ പുതിയ എഞ്ചിൻ രൂപത്തിൽ വന്ദേ ഭാരത് ഇന്ത്യയിലെ ട്രെയിൻ യാത്രക്കാരുടെ മനസ്സിലേക്കാണ് വേഗത്തിൽ ഓടിക്കയറിയത്. വിദേശങ്ങളിൽ കണ്ടിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ മാതൃകയിൽ മുഖം മാറി അതിവേഗം എത്തിയ വന്ദേ ഭാരതിലെ യാത്ര പക്ഷെ ചെലവേറിയതായിരുന്നു. സാധാരണക്കാർക്ക് എന്തിനും എപ്പോഴും യാത്ര ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല. അവർക്കായി എപ്പോഴും എന്തിനും യാത്ര ചെയ്യാവുന്ന വിധമാണ് അമൃത് ഭാരത് യാഥാർത്ഥ്യമായത്. ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്ന് അയോധ്യ സീതാമർഹി വഴി ദർഭംഗയിലേക്കാണ് അമൃത് ഭാരത് സർവീസ് നടത്തുക. അലിഗഡ്, തുണ്ട്ല, ഇറ്റാവ, കാൺപൂർ, ലക്നോ, അയോധ്യ, മാംഗാപൂർ, ബസ്തി, ഗോരഖ്പൂർ, ബാഘ, നർക്കാദിയഗഞ്ച്, റെക്സോൽ, ബൈരക്നിയ, ജനക് റോഡ്, കാംതോൾ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉണ്ടാകുക. 16 സ്ലീപ്പർ, 4 ജനറൽ, ഓരോ ലേഡീസ്, ഭിന്നശേഷി സൗഹൃദ കോച്ചുകളാണ് ട്രെയിനിലുണ്ടാവുക. ഒരേ സമയം 1834 യാത്രക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനാകും. ആഴ്ചയിൽ 2 ദിവസമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ ദർഭംഗയിൽ നിന്ന് സർവീസ് നടത്തും. ഉച്ചകഴിഞ്ഞ് 3-നാണ് യാത്ര പുറപ്പെടുക. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12:35 ഡൽഹി ആനന്ദ് വിഹാറിലെത്തും. ആനന്ദ് വിഹാറിൽ നിന്ന് ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസ്. ഉച്ചകഴിഞ്ഞ് 3:10 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 11:50 ദർഭംഗയിലെത്തും. ദർഭംഗ ആനന്ദ് വിഹാർ സർവീസ് 21 മണിക്കൂറും 35 മിനിറ്റും, ആനന്ദ് വിഹാറിൽ നിന്ന് ദർഭംഗയിലേക്കുള്ള സർവീസ് 20 മണിക്കൂർ 40 മിനിറ്റും കൊണ്ടായിരിക്കും ഓടിയെത്തുക. സാധാരണ സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകളിലേതിനേക്കാൾ വലിയ മാറ്റമാണ് അമൃത് ഭാരത് ട്രെയിനുകളിലുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത മറ്റു ട്രെയിനുകളിലേതുപോലെ ശബ്ദമോ കുലുക്കമോ ഉണ്ടാകില്ലെന്നതാണ്. കോച്ചുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇതുവരെയുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ട്രെയിൻ യാത്രാനുഭവമാണ് അമൃത് ഭാരത് നൽകുക. ശതാബ്ദിയിലും രാജധാനിയിലുമെല്ലാം കോച്ചിനുള്ളിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കോച്ചിന്റെ കുലുക്കവും ശബ്ദവുമെല്ലാം ട്രെയിനുകളിലേതുപോലെ തന്നെയായിരുന്നു. ട്രെയിൻ സമ്പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലാണ്. ഇതിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും. ഈ CCTV ദൃശ്യങ്ങൾ നിരന്തരമായി നിരീക്ഷിക്കാനുള്ള മോണിറ്റർ റൂമും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം അമൃത് ഭാരത് ട്രെയിനിലുമുണ്ടാകും. കൂടുതൽ സൗകര്യപ്രദമായി യാത്ര പ്രദാനം ചെയ്യും വിധമാണ് സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മികച്ച ലഗേജ് റാക്കുകൾ, എല്ലാ സീറ്റിലും ചാർജിംഗ് പോയിന്റും മൊബൈൽ ഹോൾഡറുമുണ്ട്. LED ലൈറ്റുകളാണ് കോച്ചുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും സാധാരണക്കാരന് യാത്ര ഉറപ്പാക്കുന്ന വിധമായിരിക്കും നിരക്ക് എന്നതാണ് വലിയ പ്രത്യേകത. നിലവിലുള്ള മെയിൻ എക്സ്പ്രസ് ട്രെയിനുകളുടെ നിരക്കിനേക്കാൾ 10% താഴെ മാത്രമായിരിക്കും അമൃത് ഭാരതിന്റെ ടിക്കറ്റ് ചാർജ്. അമൃത് ഭാരത് ട്രെയിനുകൾക്കൊപ്പം തന്നെ 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസും തുടക്കമായി. അയോധ്യ ആനന്ദ് വിഹാർ, ശ്രീമാതാ വൈഷ്ണോ ദേഹി ഗത്ര, ന്യൂഡൽഹി, അമൃത്സർ, ന്യൂഡൽഹി കോയമ്പത്തൂർ, ബാംഗ്ലൂർ കന്റോൺമെന്റ്, മംഗളൂരു, മഡ്ഗാവ്, ജൽന, മുംബൈ എന്നീ റൂട്ടുകളിലാണ് ഈ വന്ദേ ഭാരതുകൾ ഓടുക. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെടും. 2 ആഴ്ച നീളുന്ന വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായാണ് K. സുധാകരൻ ന്യൂയോർക്കിലേക്ക് പോകുന്നത്. സുധാകരന്റെ അഭാവത്തിൽ പകരം ചുമതല ആർക്കും കൈമാറിയിട്ടില്ല. നേതൃത്വം കൂട്ടായി നയിക്കാനാണ് KPCC യോഗത്തിലെ തീരുമാനം. അതേസമയം KPCC അധ്യക്ഷൻ നയിക്കുന്ന കേരള പര്യടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 3 വരെ സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഹെലി ടൂറിസം പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിന്റെ കാഴ്ചകളിലേക്ക് വിനോദസഞ്ചാരികളെ എളുപ്പത്തിൽ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുരവഞ്ചികൾക്കും കാരവാൻ ടൂറിസത്തിനും ശേഷം കേരള ടൂറിസം അവതരിപ്പിക്കുന്ന ആശയമാണ് ഹെലി ടൂറിസം. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനും കേരളത്തിന്റെ തനത് വ്യത്യസ്തമായ കാഴ്ചകൾ ആസ്വദിക്കാനും വഴിയൊരുക്കുകയാണ് ഹെലി ടൂറിസം പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കടുത്ത നിലവിലുള്ള ഹെലിപാഡുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുക. രാജ്യത്താദ്യമായി ഹെലി ടൂറിസം നയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം വകുപ്പ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ സംവിധാനം ചിലയിടങ്ങളിലുണ്ട്.
ഇത് നടത്തുന്ന ഓപ്പറേറ്റർമാരുണ്ട്. ഇതിനെ ആകെ ക്രോഡീകരിച്ച് ഇതിൻ്റെ മുഴുവൻ ഡേറ്റയും സമൂഹത്തിൽ അറിയിക്കാനും എത്തിക്കാനും ഇത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കുവാനുമാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഹെലി ടൂറിസം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന മൈക്രോ സൈറ്റും മന്ത്രി പുറത്തിറക്കി. സഞ്ചാരികളുടെ പ്രതികരണവും മറ്റ് സാങ്കേതിക ഘടകങ്ങളും പരിഗണിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഹെലിപാഡുകളും ഒരുക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്തെ ടൂറിസം വികസനത്തിന് പരിപൂർണ പിന്തുണ നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലയ്ക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി മറൈൻ ഡ്രൈവിൽ ന്യൂ ഇയർ ലൈറ്റ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മറൈൻ ഡ്രൈവിൽ ലൈറ്റ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ പാലങ്ങൾ ദീപാലങ്കാരമാക്കുന്ന പദ്ധതി ജില്ലയെ കൂടി ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ സഞ്ചാരികൾ കടന്നുവരുന്ന പ്രദേശമാണ് എറണാകുളം. ഈ സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനങ്ങളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ ദീപാലങ്കൃതമായി നഗരത്തിൻ്റെ ചില ഭാഗങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ അത് എറണാകുളം പട്ടണത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ആദ്യമായി കൊച്ചി മറൈൻ ഡ്രൈവിലും പരിസരത്തുമാണ് ന്യൂ ഇയർ ലൈറ്റ് ഷോ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 5 വരെയാണ് പരിപാടി നീണ്ടു നിൽക്കുക. TJ വിനോദ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ന്യൂസ് 18 കൊച്ചി. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ 80 വയസ്സ് കഴിഞ്ഞ പൗരപ്രമുഖർക്ക് ആദരം. മേയർ ബീന ഫിലിപ്പും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും MT വാസുദേവൻ നായർ അടക്കമുള്ളവരെ വീടുകളിലെത്തിയാണ് ആദരിച്ചത്. കോഴിക്കോടിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകിയ കാരണവന്മാർക്കായിരുന്നു മലബാർ ഗ്രേറ്റർ ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ ആദരം നൽകിയത്. MD അടക്കമുള്ളവർക്ക് വീട്ടിലെത്തി മേയറും കളക്ടറും ഉപഹാരങ്ങൾ കൈമാറി. മുതിർന്നവരെ ആദരിക്കുന്നതിലൂടെ നഗരമാണ് ആദരിക്കപ്പെട്ടതെന്ന് മേയർ. ഒരു പൗരപ്രമുഖൻ എന്നതിനപ്പുറത്തേക്ക് ഈ കാലം മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം എക്കാലവും സമയത്തെയും കാലത്തെയും പ്രദേശത്തെയും അതിജീവിച്ചുകൊണ്ട് MT എന്ന മനുഷ്യൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കും. ആ കഥാപാത്രങ്ങളിലൂടെ MT അനശ്വരനാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോഴിക്കോടിന്റെ മുഖങ്ങളെയാണ് ആദരിച്ചതെന്ന് കളക്ടർ. We have met 3 or 4 more people, very special personalities ആണ് അവർക്ക് എല്ലാവർക്കും. So I'm very thankful for the development of Kozhikode. അവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ നമുക്ക് കോഴിക്കോടിലെ ഈ ഫേസ് ആണ്, ഈ ചിത്രം അവർക്ക് കൂടെയാണ്. MGS നാരായണൻ, PV ചന്ദ്രൻ, PK അഹമ്മദ്, ഡോക്ടർ K മൊയ്തു, TK പരിയക്കുട്ടി എന്നിവരെയും വീടുകളിലെത്തി മേയറും കളക്ടറും ആദരിച്ചു. GMI പ്രസിഡന്റ് PC അബ്ദുൾ റഷീദ്, സെക്രട്ടറി അബ്ദുൾ സാദിഖ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി രാത്രി ട്രക്കിംഗും ആസ്വദിക്കാം. അമ്പലവയലിലെ ചീങ്ങേരി മലയിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത്. മൂൺ ട്രക്കിംഗ് എന്ന പേരിൽ ചീങ്ങേരി മലയിൽ സംഘടിപ്പിച്ച നൈറ്റ് ട്രക്കിംഗ് ട്രയലിൽ 40 പേരടങ്ങുന്ന സംഘത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും പങ്കാളിയായി. സാഹസിക സഞ്ചാരികളെ കാത്തിരിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് വയനാട്ടിൽ. അത്തരത്തിലൊന്നാണ് അമ്പലവയലിലെ ചീങ്ങേരി ഹിൽസ്. വർഷം മുഴുവനും ട്രക്കിങ്ങിന് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരിമല. 3460 അടി ഉയരത്തിൽ 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രക്കിങ്ങിൽ ചെങ്കുത്തായ കൂറ്റൻ പാറകൾ പിന്നിട്ട് വേണം മുകളിലെത്താൻ. പിന്നെ കാണുന്നത് കണ്ണു ചിമ്മിപ്പിക്കുന്ന നിറക്കാഴ്ചകളാണ്. രാത്രികാലങ്ങളിൽ സുരക്ഷിത വിനോദസഞ്ചാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് DTPC നൈറ്റ് ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നത്.
ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ചിങ്ങേരി. അതുപോലെ ഏറ്റവും വൈകി അടയ്ക്കുന്നതും. കാരണം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺറൈസ് ട്രെക്കിംഗ് അതുപോലെ സൺസെറ്റ് ട്രെക്കിംഗ് ആണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ചിങ്ങേരി. അപ്പോൾ അതിലൊരു ഡേ ടൈം കുറച്ച് ചൂടാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള സമയങ്ങളാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു നൈറ്റ് ട്രെക്കിങ്ങിന് സേഫായിട്ട് നമുക്കൊരു നൈറ്റ് ട്രെക്കിംഗ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ട്രയൽ വേർഷൻ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചീങ്ങേരി മലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച നൈറ്റ് ട്രക്കിംഗിന്റെ സാധ്യതകൾ പരീക്ഷിക്കാൻ ചീങ്ങേരിമല കീഴടക്കി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും ടീമിനൊപ്പമുണ്ടായിരുന്നു. പകൽ സമയത്തുള്ള ട്രക്കാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. രാത്രി സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ചെയ്യുന്നത്. അത് വയനാട്ടിൽ തന്നെ DTPCയുടെ നേതൃത്വത്തിലുള്ള ചീങ്ങേരി ഹിൽസിൽ നമ്മൾ കേരളത്തിൽ ആദ്യമായി നൈറ്റ് ട്രക്കിംഗ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ട്രക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും അതോടൊപ്പം എന്നോടൊപ്പം ഇന്ന് ട്രക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ എസ്പെഷ്യലി ട്രക്കേഴ്സ് ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ ചീങ്ങേരിമലയിൽ സഞ്ചാരികൾക്ക് ട്രക്കിംഗ് തുടങ്ങാം. ജില്ലയിൽ ട്രക്കിംഗ് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരിമല. ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ടൂറിസം പ്ലാനുകളുടെ ഭാഗമാക്കാനാണ് DTPCയുടെ പുതിയ പരീക്ഷണം. ന്യൂസ് 18 വയനാട്. എന്തായാലും സഞ്ചാരികൾക്ക് വലിയ സന്തോഷം പകരുന്നൊരു വാർത്തയാണത്. മൂൺ ട്രക്കിങ്ങിന് പോകാൻ എല്ലാവരും തയ്യാറായിക്കോളൂ വയനാട്ടിലേക്ക്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി പ്രഭാത കേരളം തുടരുകയാണ്. അവധി ആഘോഷിക്കാൻ സഞ്ചാരികളുടെ തിരക്കേറിയതോടെ ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടുകയാണ് മൂന്നാർ. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ട്. ക്രിസ്മസ് പുതുവർഷ കാലയളവിൽ 10,000ങ്ങളാണ് ഇടുക്കിയിലെ വിവിധയിടങ്ങൾ സന്ദർശിക്കുന്നത്. തിരക്കേറിയതോടെ മൂന്നാർ ടൗണും പരിസരവും വാഹനപ്പെരുപ്പത്താൽ വീർപ്പുമുട്ടുകയാണ്. ഏറെ സമയം കാത്തുകിടന്ന ശേഷമാണ് ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാകുന്നത്. ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇപ്പോഴും അനന്തമായി നീളുകയാണ്. ട്രാഫിക് ബ്ലോക്കിലാണ് പോകുന്നത്. ഒരു ദിവസത്തെ ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മാട്ടുപെട്ടി പോലും എത്താൻ പറ്റാത്തത്രയും ട്രാഫിക് ഇഷ്യൂസ് ഉണ്ട്. ടൗണിലെ തലങ്ങും വിലങ്ങുമുള്ള വാഹന പാർക്കിംഗ് നിയന്ത്രിക്കുമെന്നും അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് പുനഃക്രമീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. വിനോദസഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരായ ആളുകൾക്കും ഗതാഗതക്കുരുക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. കണ്ണൂർ രാമന്തളി താവുരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി അടയ്ക്കാത്തൂണുകൾ ഒരുക്കി. ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമാണ് അടയ്ക്കാത്തൂണുകൾ. പ്രകൃതിയുമായി ഇഴചേർന്ന് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്ന രാമന്തളി താവൂരിയാട്ട് ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമായ അടയ്ക്കത്തൂണുകൾ ഒരുങ്ങി. കളിയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് താവൂരിയാട്ട് ക്ഷേത്രം. വൃശ്ചികം 1 ലോഹര കളരിയിൽ കൊയ്ത്ത് തുടങ്ങുന്നതോടനുബന്ധിച്ച് അതിനുശേഷം അവിടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ കളരി പൂജയും കഴിഞ്ഞ് ധനു 10 ഇവിടെ ഉത്സവം ആരംഭിക്കുകയായി. പ്രധാനമായും ഊർപ്പഴശ്ശി, വേട്ടക്കരവകൻ ദൈവങ്ങളാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ. ധനു 10 മുതൽ 14 വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ 2ാം നാൾ മുതലാണ് അടക്കത്തൂൺ അടക്കമുള്ള